ഈ ഒരു ഐഫോൺ എക്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്മൂത്താണ്. അതുപോലെ തന്നെ നല്ലൊരു പ്രീമിയം ഫീൽ ഇപ്പോഴും ഈ ഒരു ഫോണിന് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോൺ ഈ 2024 ചൂസ് ചെയ്യണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഫോണിനെ കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഫോണിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ഒരു ഫോൺ നമുക്ക് 5.8 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. സ്ക്രീൻ സൈസ് ചിലപ്പോൾ ചിലർക്ക് അത്ര സ്യൂട്ടബിൾ ആയെന്ന് വരില്ല, കാരണം ഒത്തിരി വലിയ സ്ക്രീനൊന്നുമല്ല. 5.8 ഇഞ്ച് മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ സൈസ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് OLED സ്ക്രീനിന് സപ്പോർട്ട് ആപ്പിൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഗെയിമിംഗ് ആയാലും അല്ല ഏതെങ്കിലും മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇപ്പോൾ ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ ഏത് ടൈപ്പ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിലും നല്ല രീതിക്കുള്ള കളേഴ്സ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ ഈ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഡിസ്പ്ലേ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ടച്ച് അല്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മൂത്ത് ഫീൽ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഐഫോൺ 11 യൂസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെയിം ഫീൽ തന്നെ ഈ ഒരു ഐഫോൺ എക്സിൻ്റെ ഡിസ്പ്ലേയിലും കിട്ടും. സോ രണ്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തമ്മിൽ വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സെയിം എക്സ്പീരിയൻസ് തന്നെ ടോട്ടലി നമുക്ക് ഈ ഒരു ഐഫോൺ എക്സിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ ഞാൻ ഓവറോൾ ഈ ഒരു ഐഫോൺ എക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഡിവൈസിൽ ഡിസ്പ്ലേയുടെ ഭാഗത്തുനിന്ന് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. ഈ ഒരു ഫോൺ ഇപ്പോഴും ഒരു പ്രീമിയം ലുക്ക് അല്ലെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള ബിൽറ്റ് ആൻഡ് ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത്. അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും ഡിസൈനിൻ്റെ ഭാഗത്ത് ഒരിക്കലും പഴഞ്ചനായിട്ടില്ല ഈ ഒരു ഐഫോൺ എക്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ ആ ഒരു ഡിസ്പ്ലേ തന്നെയാണെങ്കിൽ നമുക്കറിയാം ഒരു നോച്ച് സ്ക്രീനുള്ള ഡിസ്പ്ലേ ആണ്. ഐഫോണിൻ്റെ 14 സീരീസിലും ഇതേ സെയിം നോച്ച് സ്റ്റൈൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ്. സോ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഡിസൈനിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നോക്കുകയാണെങ്കിലും ഒരു പഴഞ്ചൻ ഔട്ട്ഡേറ്റഡ് സെറ്റപ്പിലായിട്ടൊന്നും എക്സ് ഇതുവരെ മാറിയിട്ടില്ല. പലർക്കും ആ ഒരു ഐഫോൺ എക്സ് സീരീസിൻ്റെ ആ ഒരു ക്യാമറ മോഡുകൾ കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. എനിക്കും പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു ക്യാമറ മോഡുകൾ കാര്യങ്ങളൊക്കെ. പിന്നെ പൊതുവേ നമ്മളെല്ലാവരും ഐഫോൺസിൽ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്യാമറ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഐഫോൺ എക്സിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 12 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 12 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസും 12 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസും ആണ് ഈ ഒരു ഫോണിൽ ആപ്പിൾ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് നീ ഫോട്ടോ എടുക്കാൻ ഈ ഒരു ഫോൺ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എനിക്ക് കുറച്ചുകൂടി 11 എടുക്കുന്ന ഫോട്ടോസാണ് കുറച്ചുകൂടി ഒരു ഇമ്പ്രസീവായിട്ട് തോന്നിയത്. കാരണം 11 ക്യാമറ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. പക്ഷേ ഈ ഒരു ഐഫോൺ എക്സിൻ്റെ ക്യാമറ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എൻ്റെ ഡിവൈസിൻ്റെ ആയിരിക്കാം, ഓരോരുത്തരുടെ ഡിവൈസ് അനുസരിച്ചായിരിക്കും ക്യാമറ ക്വാളിറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് നമുക്കറിയാം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലാണ് ഈ ഒരു ഫോൺ മേടിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ക്യാമറ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് അതനുസരിച്ചിരിക്കും ഫോണിൻ്റെ ആ ഒരു ഫോട്ടോ ക്ലാരിറ്റി എന്ന് പറയുന്നത്. സോ എനിക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ ഒരു ഡിവൈസിൻ്റെ ക്യാമറ. ഇപ്പോൾ നിങ്ങൾ എക്സ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയാണെന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ എൻ്റെ ഒരു കേസിൽ എനിക്ക് ആ ഒരു ഫോട്ടോ ക്വാളിറ്റി അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. 4K 60 FPS ആണ് മാക്സിമം റിയർ ക്യാമറ സപ്പോർട്ട് വരുന്ന ഈ ഒരു ഡിവൈസിൽ. നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഈ ഒരു ഫോണിൻ്റെ സെൽഫി ക്യാമറയാണ്. 7 മെഗാ പിക്സലിൻ്റെയാണ് ഈ ഒരു ഫോണിൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. ഫോട്ടോസും വീഡിയോസൊക്കെ വളരെ വിയേർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈ ആയിട്ടില്ല ഈ ഒരു ഫോണിൻ്റെ സെൽഫി ക്യാമറയെന്ന്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ സെൽഫി ക്യാമറയിൽ നിങ്ങൾക്ക് 4K വീഡിയോസ് എടുക്കാനായിട്ട് പറ്റില്ല. 1080 30 FPS ആണ്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ക്യാമറ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ഒരു ഫോൺ എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു മണ്ടത്തരമായിരിക്കും. ഞാൻ ക്യാമറയുടെ ഭാഗത്ത് അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല. ഇനി ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് iOSൻ്റെ തന്നെ ലേറ്റസ്റ്റ് iOS 16 വേർഷൻ മാത്രമാണ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യണം. കാരണം ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഫോൺ OS അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കിട്ടും, പക്ഷേ മേജർ OS അപ്ഡേറ്റ്സ് നിർത്തിയിട്ടുണ്ട് ആപ്പിൾ. iOS 16 ആണ് ഈ ഒരു ഫോണിലെ ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഫോൺ ഐഫോൺ എക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഡിവൈസും അതിന് താഴെയുള്ള ഡിവൈസിലെല്ലാം ഗൂഗിൾ പേയുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഒരു പ്രൈമറി ഡിവൈസായിട്ട് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് OS അപ്ഡേറ്റ് ഒരു ഫോണിനെ സംബന്ധിച്ചിടത്തോളം OS അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എല്ലാ ആപ്ലിക്കേഷൻസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും വർക്ക് ചെയ്യണം. സോ അതിന് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് OS വേണം. സോ ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ ലേറ്റസ്റ്റ് OS നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. സോ നിങ്ങൾ പ്രൈമറി ഡിവൈസായിട്ട് ഈ ഒരു ഫോൺ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ ചിപ്സെറ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ആപ്പിളിൻ്റെ തന്നെ A11 ബയോണിക് എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിപ്പോൾ നോർമലായാലും ഗെയിമിംഗ് ആണെങ്കിലും കുഴപ്പമില്ലാതെ നമുക്ക് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് പറ്റും. പക്ഷെ ഒരു എക്സ്ട്രീം ലെവൽ ഗെയിമോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു ഫോണിൽ ചെയ്യാനായിട്ട് പറ്റില്ല. കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഗെയിംസ് എൻജോയ് ചെയ്യാം, അത്രേ ഉള്ളൂ.
പിന്നെ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഹീറ്റ് ആവുന്നുണ്ട്. ഒരു കണ്ടിന്യൂസ് നമ്മൾ 2 hours അല്ലെങ്കിൽ 1 hour അല്ലെങ്കിൽ ഒരു 30 minutes ഒക്കെ ഗെയിംസ് കണ്ടിന്യൂസ് ആയിട്ട് ചിപ്സെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അത് പ്രത്യേകിച്ച് ആ ഒരു ബാറ്ററി ആ ചിപ്സെറ്റിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് നല്ല രീതിക്ക് ഹീറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലോട്ട് അടിക്കുന്നുണ്ടാവും. ആ ഒരു ഫീൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ നിങ്ങളൊരു ഹെവി ഗെയിമർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോണൊക്കെ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഗെയിമിങ്ങിന് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഐഫോൺസിൻ്റെ കേസിൽ പ്രോ വേരിയൻറ്റ് അല്ലെങ്കിൽ പ്രോ മാക്സ് വേരിയൻസ് ഒക്കെ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അല്ല, നിങ്ങൾക്ക് ഒരു മോഡറേറ്റ് ഗെയിമിങ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് iPhone 12, 13, 14 ഒക്കെ ധാരാളമായിരിക്കും. പക്ഷേ ഈ ഒരു ഫോണിനെ സംബന്ധിച്ചിടത്തോളം ഹീറ്റിംഗ് ഇഷ്യൂ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഫോണിലുണ്ട്. പിന്നെ ഗെയിമിങ് കാര്യങ്ങളൊന്നും കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ ചെയ്യാനായിട്ട് പറ്റില്ല. എന്ന് വെച്ച് പെർഫോമൻസ് മോശമാണെന്നല്ല, ഒരു നോർമൽ യൂസർക്ക് അത്യാവശ്യം വേണ്ടുന്ന പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സ്മൂത്താണ് OS കാര്യങ്ങളൊക്കെ, വേറെ ഇഷ്യൂസ് ഇല്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, OS അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇനി കിട്ടാനായിട്ട് പോകുന്നില്ല. വരും തോറും ഇനി അങ്ങോട്ട് ചില ആപ്പിൻ്റെ സപ്പോർട്ട് കാര്യങ്ങൾ ഇപ്പം മേജർ ആപ്സൊക്കെ സപ്പോർട്ട് ചെയ്യാതെ വരും. സോ ആ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രൈമറി ഫോണായിട്ട് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 2716 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 15 വാട്ടിൻ്റെ വയർഡ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൽ ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ വയർലെസ് ചാർജിങ് ഉണ്ട്. വയർലെസ് ചാർജിങ് എന്ന് പറഞ്ഞാൽ വളരെ ശോകമാണ്, വളരെ പതുക്കെയാണ് ആ ഒരു വയർലെസ് ചാർജിങ് വർക്ക് ചെയ്യുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്രയ്ക്ക് ബാറ്ററി ബാക്കപ്പ് ഒന്നും ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് കിട്ടിയില്ല. ഏകദേശം ഒരു 3 hours അല്ലെങ്കിൽ 2 hours ഒക്കെയാണ് ബാറ്ററി ബാക്കപ്പ് കിട്ടിയത്. എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ 85%, 84% ആണ് ബാറ്ററി ഹെൽത്ത് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞത്. സോ ബാറ്ററി ബാക്കപ്പ് വളരെ ശോകമാണ്, പറയാതിരിക്കാൻ വയ്യ. എനിക്ക് 11 യൂസ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടി. പക്ഷേ ഒരു X യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ശോകം ബാറ്ററി ബാക്കപ്പാണ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടിയത്. ഈ ഒരു 2024 ഈ ഒരു ഫോൺ മേടിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എടുക്കേണ്ടതെന്ന് തന്നെയാണ്. കാരണം ഒരു OS അപ്ഡേറ്റ് എന്ന് പറഞ്ഞ കാര്യം ഫോണിൽ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ പേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ UPI ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെയൊക്കെ സപ്പോർട്ട് ഈ ഒരു ഫോണിൽ നിന്ന് വിട്ട് കളഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇനി UPIയുടെ സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിൽ കിട്ടാനായിട്ട് പോകുന്നില്ല. വരും തോറും പല ആപ്സും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാതെ വരുന്ന സാഹചര്യം ഉണ്ടാവും. പിന്നെ നമുക്കറിയാം സെക്കൻഡ് മാർക്കറ്റിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ലേറ്റസ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ ഏകദേശം ഒരു 20,000 അല്ലെങ്കിൽ 15,000 ആ റേഞ്ചിലൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് കണ്ടത്. ഇപ്പോൾ എത്രയ്ക്ക് സ്റ്റോറേജ് വേരിയൻറ്റ് നിങ്ങൾക്ക് പ്രൈസ് കുറച്ച് തരാമെന്ന് പറഞ്ഞാലും ഒരു പ്രൈമറി ഡിവൈസായിട്ട് ഒരിക്കലും ഈ ഒരു ഫോൺ ഇപ്പോൾ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ 5Gയുടെ സപ്പോർട്ട് വരുന്നില്ല. പിന്നെ OS അപ്ഡേറ്റ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഈ ഒരു 2 കാര്യങ്ങൾ ആണ് നമുക്കിപ്പോൾ ഈ ഒരു നിലവിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യങ്ങൾ. പക്ഷേ അതൊന്നും ഈ ഒരു ഫോണിൽ അവൈലബിൾ അല്ല. ഞാൻ കണ്ട പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ കുഴപ്പമില്ല, അതുപോലെ തന്നെ ഡിസൈനും കുഴപ്പമില്ല. ഈ ഒരു 2 കാര്യം മാറ്റി നിർത്തുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു വർഷം ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു iPhone X എന്ന് പറഞ്ഞ ഒരു ഫോൺ. അതിലും നല്ലത് കുറച്ചുകൂടി ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ iPhone 11 എടുക്കുന്നതായിരിക്കും ബെറ്റർ. അവിടെ 4G എന്ന് പറഞ്ഞൊരു കാര്യം മാത്രമാണ് ആ ഒരു ഫോണിൽ നെഗറ്റീവ് വരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിന് മികച്ച ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ദിസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക്കി സ്പോർട്ട്.